നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്പോട്ട് ലൈറ്റിന് ചുറ്റും ഹാലോസ് കണ്ടിട്ടുണ്ടോ? ഈ ഭഗവാന്മാരുടെയൊക്കെ ചിത്രത്തിൽ തലയുടെ പുറകിൽ വരുന്ന വളയങ്ങൾ പോലെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിന്റെ പ്രഷർ നോക്കിയിരിക്കണം. കണ്ണിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ കണ്ണിനൊരു നിശ്ചിത പ്രഷർ, ദേഹത്തെ പ്രഷറുള്ള പോലെ നമുക്കൊരു നിശ്ചിത പ്രഷർ അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. പക്ഷെ അതിൽ കൂടുതലായാൽ അതുണ്ടാക്കുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിന്റെ പ്രഷർ നിശ്ചിത അളവിലും കൂടുതലാവുമ്പോൾ അത് കള്ളനാണെന്ന് പറയും, കാഴ്ചയുടെ കള്ളൻ. കാരണം എന്താ? കണ്ണിലെ പ്രഷർ കൂടുന്നത് നമ്മൾ അത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, അതുകൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവ് നമ്മൾ അറിയില്ല. കാരണം അത് ചുറ്റിനുള്ള കാഴ്ച, അതായത് വിഷ്വൽ ഫീൽഡ് എന്ന് പറയും. നമുക്കൊരു പ്രത്യേക ദൂരത്ത് നമ്മളിപ്പോൾ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പുറത്തൊരു ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്തൊരാൾ നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാഴ്ചകളല്ലേ. അങ്ങനെ ചുറ്റിനുള്ള കാഴ്ചകൾ കുറഞ്ഞ് വളരെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ട്യൂബുലർ വിഷൻ, ഒരു പേപ്പർ മടക്കി വെച്ചിട്ട് ചുരുട്ടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്ന ആ ഒരു PVC പൈപ്പ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അത് എത്തിച്ചേരും. നമ്മൾ വളരെ ലേറ്റായിട്ട് അത് മനസ്സിലാക്കുള്ളൂ. അതുകൊണ്ടാണ് ഗ്ലോക്കോമ എപ്പോഴും ചെക്ക് ചെയ്യണം. നിങ്ങൾ 40 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ, ഡയബറ്റിക് ആണെങ്കിൽ, സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഗ്ലോക്കോമയ്ക്ക് പാരൻസിനോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ റെഗുലറായിട്ട് കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം.